ചാപ്റ്റർ 12 ഇഫ് ഐ വേർ യു. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 12ാമത്തെ ചാപ്റ്ററാണ്. ഇഫ് ഐ വേർ യു, ഞാൻ നീ ആയിരുന്നുവെങ്കിൽ എന്ന അർത്ഥം വരുന്നൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നാടകം പോലെ അല്ലെങ്കിൽ ഒരു ഡ്രാമ രീതിയിലുള്ളൊരു സ്റ്റോറിയാണ്. ഓക്കെ, ഒരു കഥയാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഗെറാഡ് ഈസ് എ യങ് മാൻ ഈസ് പാക്കിംഗ്. സഡൻലി എ മാൻ എൻറ്റേഴ്സ് ഹൂ റിസംബിൾസ് ഹിം. അപ്പോൾ ഗെറാഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ ഒരു സ്റ്റോറിയിലുള്ളത് ഗെറാഡും അതുപോലെ തന്നെ ഒരു ഇൻട്രൂഡറും ആണ്. ഇൻട്രൂഡർ എന്ന് പറയുന്നത് ഒരു പുറത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി, പുറത്ത് നിന്ന് പരിചയമില്ലാത്ത ഒരു വ്യക്തി, അതാണ് ഇൻട്രൂഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഗെറാഡ് യങ് മാൻ, ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തിരുന്നു? ഈ ഗെറാഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പാക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സഡൻലി എ മാൻ എൻറ്റേഴ്സ് ഹൂ റിസംബിൾസ് ഹിം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗെറാഡിനെ പോലെ തന്നെയുള്ള വേറൊരാളും ഇദ്ദേഹത്തിൻ്റെ മുറിയിലോട്ട് വന്നു. ഹീ ഈസ് ഹോൾഡിങ് എ റിവോൾവർ ഇൻ ഹിസ് ഹാൻഡ്. അപ്പോൾ ഈ ഒരു വ്യക്തി, ഈ ഇൻട്രൂഡർ, പുറത്ത് നിന്ന് വന്ന ഈ ഒരു വ്യക്തി എന്ത് ചെയ്തിരുന്നു? അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോക്കുണ്ടായിരുന്നു. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വാട്ട് ഹി വാണ്ട്സ് ഫ്രം ഗെറാഡ്. അപ്പോൾ നമുക്ക് ഗെറാഡിൽ നിന്ന് ഈ ഒരു ഇൻട്രൂഡറിന് എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1. The scene is a small cottage interior. There is an entrance back right which may be curtained. അപ്പോൾ ഈ ഒരു സീൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കോട്ടേജിലാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് കർട്ടൻ ഒക്കെ ഇട്ടിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. അനദർ ഡോർ ടു ദ ലെഫ്റ്റ് മസ്റ്റ് ബി എ പ്രാക്ടിക്കൽ ഡോർ. അപ്പോൾ വേറൊരു ഡോറും കൂടി ഉണ്ട്. The furniture is simple, consisting of a small table towards the left, a chair or 2. അപ്പോൾ എന്താണ് ഫർണിച്ചർ എന്ന് പറയുന്നത്? അതിൻ്റെ ഫർണിച്ചറൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയൊരു ടേബിൾ ഉണ്ട് ലെഫ്റ്റിലായിട്ട്, അതുപോലെ തന്നെ 2 കസേരയുണ്ട്. ആൻഡ് ദിവാൻ റേദർ അപ്പ് സ്റ്റേജ് ഓൺ ദ റൈറ്റ്. അപ്പോൾ സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ദിവാൻ എന്ന് വെച്ചാൽ സോഫ, ഒരു സോഫ ഉണ്ട്. അതുപോലെ തന്നെ ഓൺ ടേബിൾ ഈസ് എ ടെലിഫോൺ. ആ ഒരു ടേബിളിൽ ഒരു ടെലിഫോണും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു സെറ്റിങ്സ്. ഇതൊരു നാടകത്തിൻ്റെ ഒരു രൂപമാണ്. ആ ഒരു സെറ്റിങ്സിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വെൻ ദ കർട്ടൻ റൈസസ്, ഗെറാഡ് ഈസ് സ്റ്റാൻഡിങ് ബൈ ദ ടേബിൾ ഫോണിങ്. ഹി ഈസ് എ മീഡിയം ഹൈറ്റ്. അപ്പോൾ ഗെറാഡ് ഈ ഒരു കർട്ടൻ ഉയർത്തുന്ന സമയത്ത്, ഈ ഒരു കർട്ടൻ ഉയർത്തിയ സമയത്ത് ഗെറാഡ് എന്ത് ചെയ്തിരുന്നു? ഗെറാഡ് ടേബിളിൽ ആ ഒരു ടേബിളിൽ കിടന്നിരുന്ന ഫോണിലൂടെ ഇദ്ദേഹം അവിടെ നിന്നിരുന്നു. സ്റ്റാൻഡിങ് ബൈ ദ ടേബിൾ ഫോണിങ് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫോൺ കോളിലാണ്, ഇദ്ദേഹം ഫോൺ കോൾ ചെയ്യുകയാണ്. ഹീസ് ഓഫ് മീഡിയം ഹൈറ്റ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഒരു മീഡിയം ആയിട്ടുള്ള ഹൈറ്റിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ആൻഡ് വിയേഴ്സ് ഹോൺ റിംഡ് ഗ്ലാസ്സസ്. അപ്പോൾ ഇദ്ദേഹം ഗ്ലാസ് ധരിച്ചിരുന്നു. അത് ഹോൺ റിംഡ് എന്ന് വെച്ചാൽ ഹോൺ എന്ന് വെച്ചാൽ ഒരു കൊമ്പൊക്കെ വന്നിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ഗ്ലാസ് ഇദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹീ ഈസ് ഡ്രസ്ഡ് ഇൻ എ ലോങ് സൂട്ട് ആൻഡ് ഗ്രേറ്റ് കോട്ട്. അപ്പോൾ ഇദ്ദേഹം വലിയൊരു സൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മേത്തേട്ടൊരു നല്ലൊരു കോട്ടും കൂടി ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹിസ് വോയിസ് ഈസ് കൾച്ചേർഡ്. അപ്പോൾ ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് നല്ലൊരു കൾച്ചറായിട്ടുള്ള, നല്ലൊരു മാന്യമായ രീതിയിലാണ് ഇദ്ദേഹം സംസാരിച്ചത്. ഹി പുട്ട്സ് ഡൗൺ ദ ഫോൺ ആൻഡ് ഗോസ് ടു ദ ഡിവാൻ ഓൺ ദ റൈറ്റ്. അപ്പോൾ ഇദ്ദേഹം ഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം ഫോൺ അവിടെ വെച്ചു. എന്നിട്ട് ഇദ്ദേഹം ആ ഒരു ഡിവാൻ, ആ ഒരു ഇരിക്കാനുള്ള ആ ഒരു സോഫയിലോട്ട് പോയി. റൈറ്റ് സൈഡിലായിട്ടുള്ള ആ ഒരു സ്റ്റേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് സോഫ ഉണ്ടായിരുന്നത്. അദ്ദേഹം അവിടെ ചെന്നു. Where there is a traveling bag and starts packing. അപ്പോൾ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു ട്രാവലിംഗ് ബാഗ്, ഇദ്ദേഹത്തിൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ പാക്ക് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഡ്രസ്സൊക്കെ അതിൽ പാക്ക് ചെയ്യാൻ തുടങ്ങി. Whistle, he is thus engaged. Another man similar to Bill to Garrad enters from the right, silently, revolver in hand. He is flashily dressed in an overcoat and a soft hat. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു? ഇദ്ദേഹം ഈ ഒരു പാക്ക് ചെയ്യുന്ന തിരക്കിനിടയിൽ പെട്ടെന്ന് ഒരാൾ അദ്ദേഹത്തിനെ പോലെ തന്നെയുള്ള ഒരാൾ വന്നു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഇദ്ദേഹം പതുക്കെ ആ ഒരു റിവോൾവർ, ആ ഒരു തോക്ക് പിടിച്ച്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോക്ക് ഉണ്ടായിരുന്നു, സൈലൻ്റ് ആയിട്ട് വന്നു. ഹീ ഈസ് ഫ്ലാഷ്ലി ഡ്രസ്ഡ് ഇൻ ആൻ ഓവർകോട്ട്. അപ്പോൾ ഒരു ഓവർകോട്ടും ഒരു ഹാറ്റൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം ധരിച്ച വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഓവർകോട്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ഹാറ്റും വെച്ചിട്ടാണ് ഇദ്ദേഹം വന്നത്. ഹി ബംസ് ആക്സിഡൻ്റലി അഗെയിൻസ്റ്റ് ദ ടേബിൾ ആൻഡ് ദ സൗണ്ട് ഗെറാഡ് ടേൺസ് ക്വിക്ക്ലി. അപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ടേബിളിൻ്റെ അടുത്തേക്ക് എത്തി. ഗെറാഡ് എന്ത് ചെയ്തു? ഗെറാഡ് പെട്ടെന്ന് ഈ ഒരു ശബ്ദം കേട്ടിട്ട് തിരിഞ്ഞു നോക്കി. ഗെറാഡ് പ്ലസൻ്റ്ലി, വൈ ദിസ് ഇസ് സർപ്രൈസ് മിസ്റ്റർ. അപ്പോൾ ഗെറാഡ് പ്ലസൻ്റ്ലി ആയിട്ട് ഒരു സന്തോഷത്തോടെ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു രീതിയിൽ
മുഖത്തൊരു പ്ലസൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇദ്ദേഹം ചോദിച്ചു, എന്തൊരു സർപ്രൈസാണ് നിങ്ങൾ മിസ്റ്റർ, ഇദ്ദേഹത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇദ്ദേഹത്തിൻ്റെ വാക്ക്. ഇൻട്രൂഡർ എന്ന് പറയുന്നത് പുറത്തുനിന്ന ഒരു വ്യക്തി. ഐ എം ഗ്ലാഡ് യു ആർ pleased to see me. I don't think you will be pleased for long. Put those paws up. അപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞു, ഗരാഡിനെ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്കൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ആക്ച്വലായിട്ട് പേടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അത് കാണിച്ചില്ല, നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഇൻട്രൂഡർ എന്താണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് സന്തോഷം തോന്നിയേക്കാം, പക്ഷേ ആ ഒരു സന്തോഷം കുറേ സമയത്തേക്ക് ഉണ്ടാകില്ല. നിങ്ങളുടെ കൈ ഉയർത്തുന്ന വെച്ചാൽ ആ ഒരു തോക്ക് കാണിച്ച് പറഞ്ഞു, കൈ രണ്ടും മുകളിലോട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. ഗരാഡ്, ദിസ് ഈസ് ഓൾ വെരി മെലോ ഡ്രാമാറ്റിക്, നോട്ട് വെരി ഒറിജിനൽ പെർഹാപ്സ് ബട്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ ഒരു ഡ്രാമയിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു നാടകത്തിലും മറ്റുമാണ് നമുക്ക് കാണാൻ സാധിക്കുക, അല്ലാതെ ഒറിജിനലായിട്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. പെർഹാപ്സ് ബട്ട്. വീണ്ടും ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കംപ്ലീറ്റ് ചെയ്തില്ല. ഇൻട്രൂഡർ, ട്രൈങ് ടു ബി കാം ആൻഡ്. അപ്പോൾ നിങ്ങൾ കാമാവുക, എന്താണ്, നിങ്ങൾ സമാധാനപ്പെടുക എന്ന് പറഞ്ഞു. ഗരാഡ്, നോൺ ചലന്റ് ഈസ് യുവർ വേർഡ് ഐ തിങ്ക്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, അപ്പോൾ എന്താണ്, ഇൻട്രൂഡർ ട്രൈങ് ടു ബി കാം ആൻഡ്. അപ്പോൾ ഇൻട്രൂഡറിന് ഗരാഡിൻ്റെ പേരറിയില്ല, അതുപോലെ തന്നെ ഗരാഡിനും ഇൻട്രൂഡറിൻ്റെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പേരറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വിളിക്കണം എന്നറിയാത്ത ആ ഒരു സ്റ്റോപ്പ് അവിടെ അവർ നിർത്തുകയാണ്. ട്രൈങ് ടു ബി കാം ആൻഡ് ഡാഷ്. അപ്പോൾ ഗരാഡ്, നോൺചലന്റ് ഈസ് യുവർ വേർഡ് ഐ തിങ്ക്. അപ്പോൾ നിങ്ങൾ ഓവർ എക്സൈറ്റഡ് ആവേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ആര് പറയുന്നു, ഗരാഡ്. അപ്പോൾ ഇൻട്രൂഡർ പറയുന്നു, താങ്ക്സ് എ ലോട്ട്, ഒരുപാട് നന്ദിയുണ്ട്, പറഞ്ഞതിൽ നന്ദിയുണ്ട്. യു വിൽ സൂൺ സ്റ്റോപ്പ് ബീയിങ് സ്മാർട്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്മാർട്ട്നെസ്, ഈ ഒരു സ്മാർട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ അവസാനിക്കും, പെട്ടെന്ന് തന്നെ ഞാൻ നിർത്തലാക്കും എന്ന രീതിയിൽ. ഐ വിൽ മേക്ക് യു ക്രോൾ, ഞാൻ നിങ്ങളെ ഇഴയിപ്പിക്കും. എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഐ വാണ്ട് ടു നോ എ ഫ്യൂ തിങ്സ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് അറിയാനുണ്ട്, ഞാൻ നിങ്ങളെ ഇഴയിപ്പിക്കും എന്ന രീതിയിൽ. ഇയാൾ എന്ത് ചെയ്യാണ്, ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ. Garrett, anything you like, I know all the answers, but before we begin, I should like to change my position. You may be comfortable, but I am not. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എനിക്ക് എല്ലാത്തിൻ്റെയും ആൻസർ അറിയാം, ഉത്തരം അറിയാം, പക്ഷേ അതിനു മുമ്പ് എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ ഈ ഒരു പൊസിഷന് ചേഞ്ച് ആക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്ന് ഇദ്ദേഹം പറയാണ്. ഇൻട്രൂഡർ, സിറ്റ് ഡൗൺ ദെയർ ആൻഡ് നോ ഫണ്ണി ബിസിനസ്. അപ്പോൾ അവിടെ ഇരുന്നോ, എന്നിട്ട് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഏർപ്പാടും ബിസിനസ്സും ആവശ്യമില്ല. എന്ന് വെച്ചാൽ വെറുതെ ആ ഒരു കസാരയിൽ ഇരിക്കണം, ആ ഒരു ചെയറിൽ ഇരിക്കണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. മോഷൻസ് ടു ചെയർ ആൻഡ് സീറ്റ്സ് ഹിംസെൽഫ് ഓൺ ദ ഡിവാൻ ബൈ ദ ബാഗ്. അപ്പോൾ ആ ഒരു കസേരയിൽ, ആ ഒരു സീറ്റിൽ ഇദ്ദേഹം ഇരുന്നു, ബാഗ് ആ ഒരു ഡിവാൻ, ആ ഒരു സോഫയിൽ വെച്ചുകൊണ്ട്. നൗ ദെൻ വി വിൽ ഹാവ് എ നൈസ് ലിറ്റിൽ ടോക്ക് അബൌട്ട് യുവർ സെൽഫ്. അപ്പം ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സംസാരം, നിങ്ങളെക്കുറിച്ച് എനിക്കറിയേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. ഗരാഡ്, അറ്റ് ലാസ്റ്റ് എ സിമ്പത്തറ്റിക് ഓഡിയൻസ്, ഐ വിൽ ടെൽ യു ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഹൗ ഹാസ് എ ചൈൽഡ് ഐ വാസ് സ്റ്റോളൻ ബൈ ദ Gypacius, and why at the age of 32 I find myself in my lonely Essex cottage. How? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. അപ്പോൾ ഇൻട്രൂഡർ പറഞ്ഞു, അറ്റ് ലാസ്റ്റ് സിമ്പത്തറ്റിക് ഓഡിയൻസ്. അപ്പോൾ ഗരാഡ് പറയാണ് ഇൻട്രൂഡറിനോട്, അവസാനം എൻ്റെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എൻ്റെ ഒരു സ്റ്റോറി കേൾക്കാൻ എനിക്ക് ഒരാളെ കിട്ടി. ഓഡിയൻസ് എന്ന് പറയുന്നത് കേൾവിക്കാരൻ എന്ന രീതിയിൽ. ഐ വിൽ ടെൽ യു ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പോൾ എൻ്റെ ജീവിതകഥ ഞാൻ നിങ്ങളോട് പറയാം. ഹൗ ആസ് എ ചൈൽഡ് ഐ വാസ് സ്റ്റോളൻ ബൈ ദ ജിപ്സീസ്. അപ്പോൾ ജിപ്സീസ് എന്ന് വെച്ചാൽ കൊള്ളക്കാരൻ എന്നാണ്. അപ്പോൾ ഞാനൊരു കുട്ടിയായിരിക്കുമ്പോൾ എന്നെ കൊള്ളക്കാരൻ എന്ത് ചെയ്തു, എന്നെ കടത്തിക്കൊണ്ട് പോയി. ആൻഡ് വൈ അറ്റ് ദ ഏജ് ഓഫ് 32 ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ മൈ ലോൺലി എസെക്സ് കോട്ടേജ്. ഹൗ. അപ്പോൾ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നെ കൊള്ളക്കാർ കടത്തിക്കൊണ്ട് പോയി. ആൻഡ് ഇപ്പോൾ ഞാൻ ഈ ഒരു 32 വയസ്സിൽ ഇവിടെ ഈ ഒരു കോട്ടേജിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഇൻട്രൂഡർ പറഞ്ഞു, കീപ് ഇറ്റ് ടു യുവർ സെൽഫ് ആൻഡ് ജസ്റ്റ് ആൻസർ മൈ ക്വസ്റ്റ്യൻ. യു ലീവ് ഹിയർ അലോൺ, വെൽ ഡു യു. അപ്പോൾ ഇൻട്രൂഡർക്ക് ദേഷ്യം വന്നു. ഇൻട്രൂഡർ പറഞ്ഞു, അത് നീ നിൻ്റെ കയ്യിൽ തന്നെ വെച്ചു, നിൻ്റെ സ്റ്റോറി എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യന് മാത്രം, ഞാൻ ചോദിക്കുന്ന
ക്വസ്റ്റ്യന് മാത്രം നീ ഉത്തരം നൽകിയാൽ മതി. യു ലീവ് ഹിയർ അലോൺ വെൽ ഡു യു. അപ്പോൾ നീ ഇവിടെ ഒറ്റക്കാണോ താമസിക്കുന്നത്, അതെയോ എന്ന് ഇൻട്രൂഡർ ചോദിക്കുകയാണ്. അപ്പോൾ ഗെറാഡ്, ഐ എം സോറി, ഐ തോട്ട് യു വെർ ടെല്ലിങ് മീ നോട്ട് ആസ്കിങ് മീ, എ ക്വസ്റ്റ്യൻ ഓഫ് ഇൻഫ്ലെക്ഷൻ, യുവർ വോയിസ് ഈസ് അൺഫെമിലിയർ. അപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണോ അല്ലെങ്കിൽ ഉത്തരം പറയുകയാണോ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ എനിക്ക് ഫെമിലിയർ അല്ലാത്തത് കൊണ്ട്, നിങ്ങളോട് എനിക്ക് മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ഉത്തരമാണോ ഞാൻ പറയുന്നത് എന്താണെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനാണ്, എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാണ്. ഇൻട്രൂഡർ വിത്ത് എംപസിസ്, ഡു യു ലീവ് ഹിയർ അലോൺ. അപ്പോൾ ഒരു കുറച്ച് ഗൗരവത്തോടെ ഇദ്ദേഹം ചോദിച്ചു, ഡു യു ലീവ് ഹിയർ അലോൺ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ തന്നെ, നിങ്ങൾ ഇവിടെ ഒറ്റക്കാണോ താമസിക്കുന്നത്. അപ്പോൾ ഗെറാഡ് പറഞ്ഞു, ആൻഡ് ഇഫ് ഐ ഡോണ്ട് ആൻസർ, അപ്പം ഞാൻ ഇതിന് മറുപടി തന്നില്ലെങ്കിലോ, ഞാനിതിന് ആൻസർ തന്നില്ലെങ്കിലോ. ഇൻട്രൂഡർ, യു ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു വിവരം ഉണ്ടെന്ന് വിചാരിക്കുന്നു. സ്വയം നിങ്ങൾ എന്ത് ചെയ്യില്ല, ഹേർട്ട് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ചൂസ് ചെയ്യില്ല എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 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 എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾക്ക് ആ ഒരു വേദനിക്കേണ്ട എന്നുള്ള ഒരു സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ പറയുന്ന രീതിയിൽ, ഹാവ് ഗോട്ട് ഇനഫ് സെൻസ് നോട്ട് ടു വാണ്ട് ടു ഗെറ്റ് ഹേർട്ട്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ ആവേണ്ട എന്നുണ്ടെങ്കിൽ ഉത്തരം പറഞ്ഞേ തീരൂ. ഐ തിങ്ക് ഗുഡ് സെൻസ് ഇസ് ഷോൺ മോർ ഇൻ ദ എബിലിറ്റി ടു അവോയ്ഡ്. അപ്പോൾ ഗെറാഡ് പറയാണ്, ഐ തിങ്ക് ഗുഡ് സെൻസ് ഇസ് ഷോൺ മോർ ഇൻ ദ എബിലിറ്റി ടു അവോയ്ഡ് പെയിൻ ദാൻ ഇൻ മോർ ഡിസയർ ടു ഡു സോ. വാട്ട് ഡു യു തിങ്ക് മിസ്റ്റർ. അപ്പോൾ നല്ലൊരു എബിലിറ്റി, ഈ ഒരു പെയിൻ ഒഴിവാക്കാനുള്ളത് നല്ലൊരു എബിലിറ്റി ആണ്, മിയർ ഡിസയർ ടു ഡു സോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ ഐ തിങ്ക് ഗുഡ് സെൻസ് ഈസ് ഷോൺ മോർ ഇൻ ദ എബിലിറ്റി ടു അവോയ്ഡ് പെയിൻ. അപ്പോൾ നല്ലൊരു സെൻസ് നമ്മൾ പെയിൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള അവസരം ആക്കി തന്നില്ലെങ്കിൽ നല്ലതെന്ന രീതിയിൽ, അവോയ്ഡ് പെയിൻ ദാൻ ഇൻ മിയർ ഡിസയർ ടു ഡു സോ. വാട്ട് ഡു യു തിങ്ക്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് മിസ്റ്റർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹത്തിന് അറിയില്ല, ഗെറാഡിന് അറിയില്ല, അതുകൊണ്ട് മിസ്റ്റർ എന്ന് വെച്ച് അദ്ദേഹം നീട്ടി. ഇൻട്രൂഡർ, നെവർ മൈൻഡ് മൈ നെയിം, ഐ ലൈക്ക് യുവേഴ്സ് ബെറ്റർ മിസ്റ്റർ ഗെറാഡ്, വാട്ട് ആർ യുവർ ക്രിസ്ത്യൻ നെയിംസ്. അപ്പോൾ എൻ്റെ പേര് നിങ്ങൾ കാര്യമാക്കണ്ട, എനിക്ക് നിങ്ങളെ പേരറിയാം മിസ്റ്റർ ഗെറാഡ്, പക്ഷേ നിങ്ങളുടെ ക്രിസ്ത്യൻ നെയിം, നിങ്ങളുടെ ആക്ച്വൽ നെയിം എന്താണെന്ന്. അപ്പോൾ ഗെറാഡ് പറയാണ് വിൻസെൻറ്റ് ചാൾസ്. അപ്പോൾ വിൻസെൻറ്റ് ചാൾസ് എന്നാണ് എൻ്റെ പേരെന്ന്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 1 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സെക്ഷൻ 2 പോവാം. വാട്ട് ബ്രിങ്സ് ദ ഇൻട്രൂഡർ ടു ഗെറാഡ്സ് ഹൗസ്, ചാൻസ്, ഫേറ്റ് ഓർ എ പ്ലാൻഡ് മൂവ്. അപ്പോൾ ഈ ഒരു ഗെറാഡിൻ്റെ വീട്ടിലേക്ക് ഈ ഇൻട്രൂഡർ വരാനുള്ള കാരണം എന്താണ്? ചാൻസ് എന്ന് വെച്ചാൽ ഒരു സാഹചര്യം കൊണ്ടാണോ, അല്ലെങ്കിൽ ഫേറ്റ് വിധി കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോടെ മുമ്പൊരു തീരുമാനം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്, ഒരു പ്ലാനോട് കൂടി വന്നതാണോ ആ ഒരു വീട്ടിലേക്ക് എന്ന ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രൂഡർ, ഡു യു റൺ എ കാർ. അപ്പോൾ ഇൻട്രൂഡർ ചോദിക്കുകയാണ് നിങ്ങൾക്ക് കാറുണ്ടോ എന്ന രീതിയിൽ, നിങ്ങൾക്ക് കാറുണ്ടോ. അപ്പോൾ ഗെറാഡ്, നോ. അപ്പോൾ ഇൻട്രൂഡർ ആണ്, ദാറ്റ്സ് എ ലൈ, യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് എ ഫൂൾ. അപ്പോൾ അത് കള്ളമാണ്, നിങ്ങൾ ഒരു വിഡ്ഢിയോടല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതെന്ന്. ഐ ആം ആസ് സ്മാർട്ട് ആസ് യു ആൻഡ് സ്മാർട്ട്. അപ്പം നിങ്ങളാട്ടിയും ബുദ്ധിമാനാണ് ഞാൻ എന്ന രീതിയിൽ അദ്ദേഹം പറയാണ്. ആൻഡ് ഐ നോ യു റൺ എ കാർ. എനിക്കറിയാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെന്ന്. അപ്പോൾ പറയാണ്, ഞാൻ നിങ്ങളാട്ടിയും ഐ ആം ആസ് സ്മാർട്ട് ആസ് യു ആൻഡ് സ്മാർട്ട്. നിങ്ങളാട്ടിയും സ്മാർട്ടാണ് ഞാനെന്ന് പറയാണ്. ആൻഡ് ഐ നോ യു റൺ എ കാർ. എനിക്കറിയാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാർ ഉണ്ടെന്ന്. ബെറ്റർ ബി കെയർഫുൾ വൈസ് ഗായ്. അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് നല്ലൊരു വലിയൊരു വയസ്സായിട്ടുള്ള ആളെ പോലെ പെരുമാറേണ്ട. എനിക്കറിയാം നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ കെയർഫുള്ളായിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ കള്ളം പറയാൻ പാടില്ല. ലിസൺ, ദിസ് ഗൺ ഈസ് നോട്ട് ടോയ്. അപ്പോൾ കേൾക്കൂ, ഈ ഒരു തോക്ക്, എൻ്റെ കയ്യിലുള്ള ഒരു തോക്ക് എന്ന് പറയുന്നത് ടോയ് അല്ല, കളിപ്പാട്ടമല്ല. ഐ ക്യാൻ ഹേർട്ട് യു വിത്തൗട്ട് കില്ലിങ് യു ആൻഡ് ഗെറ്റ് മൈ ആൻസർ. അപ്പോൾ നിങ്ങളെ കൊല്ലാതെ തന്നെ എനിക്ക് വേദനിപ്പിക്കാൻ അറിയാം, അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഉത്തരം എനിക്ക് തരണം. Gerard, of course, if you put it like that, I will be glad to assist you. I do possess a car and it's the garage round the corner. അപ്പോൾ of course, if you put it like that, അപ്പം ശരിയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ. ഐ ഡു പോസസ് എ കാർ ആൻഡ് ഇഫ് ഇറ്റ്സ് ഇൻ ദ ഗാരേജ് റൗണ്ട് ദ കോർണർ. അപ്പോൾ അതിപ്പോൾ എൻ്റെ അടുത്ത് ഒരു കാർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊരു ഗാരേജിൻ്റെ കോർണറിലാണുള്ളത്. എന്ന് വെച്ചാൽ അത് ശരിയില്ല, അത് ഗാരേജിൽ വെച്ചിട്ടുള്ളതാണെന്ന്.
ഇൻട്രൂഡർ ദാറ്റ്സ് ബെറ്റർ ഡു പീപ്പിൾ ഓഫൺ കം ഔട്ട് ഹിയർ. അപ്പോൾ അത് ശരി, അത് നല്ല എന്താണ്, ദാറ്റ്സ് ബെറ്റർ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നു. ഡു പീപ്പിൾ ഓഫൺ കം ഔട്ട് ഹിയർ, അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ടോ എന്ന്. ഡു പീപ്പിൾ ഓഫൺ കം ഔട്ട് ഹിയർ വെരി റയർലി, അപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാറുണ്ടോ വരാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇൻട്രൂഡർ. അപ്പോൾ ഗെറാഡ് പറയാണ് വെരി റയർലി, സർപ്രൈസിംഗ്ലി ഫ്യൂ പീപ്പിൾ ലൈക്ക് ദ ട്രബിൾ ടു വിസിറ്റ്, ദാറ്റ്സ് ദ ബാക്കർ ആൻഡ് ദ ഗ്രീൻ ഗ്രോസർ ഓഫ് കോഴ്സ് ആൻഡ് ദെൻ ദർ ഈസ് എ മിൽക്ക് മാൻ. അപ്പോൾ എന്താണ്, വലിയ അങ്ങനെ ആരും വരാറില്ല, വെരി റയർലി, ചുരുക്കം ചിലവരെ വരൂ എന്ന് വെച്ചാൽ ഒരുപാട് ആരും ഇങ്ങോട്ട് വരാറില്ല. സർപ്രൈസിംഗ്ലി ഫ്യൂ പീപ്പിൾ ടേക്ക് ദ ട്രബിൾ ടു വിസിറ്റ്, അപ്പോൾ സർപ്രൈസിട്ട് എന്താണ്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യൂ. ദാറ്റ്സ് എ ബേക്കർ ആൻഡ് ദ ഗ്രീൻ ഗ്രോസർ, അപ്പോൾ ബേക്കർ വരാറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ഗ്രോസർ വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് മാൻ പാൽ കൊണ്ടുവരുന്ന അവരൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇൻട്രൂഡർ ഐ ഹാപ്പൻ ടു നോ ദാറ്റ് യു നെവർ സീ ട്രേഡ്സ് പീപ്പിൾ, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രേഡ് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്നതാണ്. അപ്പോൾ ഇൻട്രൂഡർ എന്ത് പറഞ്ഞു, ഐ ഹാപ്പൻ ടു നോ ദാറ്റ് യു നെവർ സീ ട്രേഡ് പീപ്പിൾസ്, അപ്പോൾ നിങ്ങൾ കച്ചവടക്കാരായിട്ട് നിങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല, നിങ്ങളും അവരും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, നിങ്ങളവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഗെറാഡ് യു സീം ടു ഹാവ് ടേക്കൻ എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ട്രബിൾ വൺസ് യു നോ സോ മച്ച് അബൌട്ട് മീ, അപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിയാമല്ലോ. വോണ്ട് യു സേ സംതിങ് അബൌട്ട് യുവർ സെൽഫ്, അപ്പോൾ എന്നെക്കുറിച്ച് ഇത്രയൊക്കെ അറിയുന്ന ആളായത് കൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞൂടെ. അപ്പോൾ യു ഹാവ് ബീൻ സോ മോഡസ്റ്റ്, അപ്പോൾ ഇത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള, ഇത്രയും സത്യസന്ധമായ ഒരാളാണ് നിങ്ങൾ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ അറിഞ്ഞൂടെ എന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയൂ എന്ന രീതിയിൽ ഗെറാഡ് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ ഐ കുഡ് ടെൽ യു പ്ലെൻറ്റി, യു തിങ്ക് യു ആർ സ്മാർട്ട്, അപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ ഒരുപാട് പറയാം. യു തിങ്ക് യു ആർ സ്മാർട്ട് ബട്ട് ഐ ആം സ്മാർട്ടർ, നീ വിചാരിക്കും നീ സ്മാർട്ടാണെന്ന്, പക്ഷേ നിന്നെക്കാളും സ്മാർട്ടാണ് ഞാൻ. ഐ ഹാവ് ഗോട്ട് ബ്രെയിൻസ് ആൻഡ് ഐ യൂസ് ദം, എനിക്ക് ബ്രെയിൻ തന്നിട്ടുണ്ട്, ആ ബ്രെയിൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ്സ് ഹൗ ഐ ഹാവ് ഗോട്ട് വെയർ ഐ ഹാവ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ ഒരു നിലയിലെത്തിയത്. എന്നുവെച്ചാൽ ഇദ്ദേഹത്തെ സ്വയം പുകഴ്ത്തുകയാണ്, ഇദ്ദേഹം പൊക്കി പറയാണ് ഇദ്ദേഹത്തെ തന്നെ, ഞാൻ നിന്നെക്കാളും സ്മാർട്ടാണ്, എനിക്ക് ബ്രെയിൻ ഉണ്ട്, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയിലെത്തിയതെന്നൊക്കെ ഇദ്ദേഹം സ്വയം പൊക്കി പറയാണ്. Garrett, and where preciously have you got it? It didn't require a great brain to break into my little cottage. അപ്പോൾ എൻ്റെ ഒരു കോട്ടേജിലേക്ക്, എൻ്റെ ഒരു വീട്ടിലേക്ക് വരാൻ വേണ്ടി അത്രയ്ക്ക് ബ്രെയിനിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് ഗറാഡ് ഒരു കളിയാക്കിയ രീതിയിൽ പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ വെൻ യു നോ ഐ ഹാവ് ബ്രോക്കൺ ഇൻ ടു എ ലിറ്റിൽ കോട്ടേജ് യു വിൽ ബി സർപ്രൈസ്ഡ്, അപ്പോൾ ഞാൻ നിൻ്റെ ഈ ഒരു കോട്ടേജ് നിൻ്റെ ഒരു വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് അറിഞ്ഞാൽ നീ സർപ്രൈസ് ആവും, നിനക്കതൊരു സർപ്രൈസ് ആവും. പക്ഷേ ആൻഡ് ഇറ്റ് വോണ്ട് ബി പ്ലസൻറ്റ് സർപ്രൈസ്, അപ്പോൾ അത് നിനക്ക് സന്തോഷം തരുന്നൊരു സർപ്രൈസ് ആയിരിക്കില്ല. ഞാൻ ഈ ഒരു കോട്ടേജിലേക്ക്, നിൻ്റെ ഈ വീട്ടിലേക്ക് വന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നിനക്ക് സർപ്രൈസ് ആവും, പക്ഷെ അതൊരു സന്തോഷമായ സർപ്രൈസ് ആയിരിക്കില്ല. Garrett, with you figuring so largely in it, that is understandable. By the way, what particular time of crime do you follow, or aren't you a specialist? അപ്പോൾ എന്താണ്, അപ്പോൾ ഗെറാഡ് പറയാണ് വിത്ത് യു ഫിഗറിങ് സോ ലാർജ്ലി ഇൻ ഇറ്റ് ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ, അപ്പോൾ നിൻ്റെ ഈ രൂപം വെച്ച് കാണുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി. ബൈ ദ വേ വാട്ട് പെർട്ടിക്കുലർ ലൈൻ ഓഫ് ക്രൈം ഡു യു ഫോളോ, അപ്പോൾ എന്ത് ക്രൈമാണ്, എന്ത് കുറ്റകൃത്യമാണ് നീ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാണ് സ്പെഷ്യലിസ്റ്റ്, ഓർ ആറിൻ യു എ സ്പെഷ്യലിസ്റ്റ്, നീ എന്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ നീ ഏത് കുറ്റകൃത്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഗെറാഡ് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ my specialty is Joel's robber. Your car will do me a treat. It's certainly a dandy car. അപ്പോൾ എന്താണ്, എൻ്റെ ഇൻട്രൂഡർ പറഞ്ഞു എൻ്റെ മെയിനായിട്ടുള്ള ഞാൻ കൂടുതലും ചെയ്യുന്നത് എന്താണ്, എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ജ്വല്ലറിയിൽ നിന്ന് റോബ് ചെയ്യുക, ഈ ഒരു ഗോൾഡൊക്കെ ജ്വല്ലറിയിൽ നിന്ന് റോബ് ചെയ്യുക, മോഷ്ടിക്കുക എന്നതാണ് എൻ്റെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. യുവർ കാർ വിൽ ഡു മീ എ ട്രീറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കാർ എന്നെ സഹായിക്കും അതിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് സെർട്ടൻലി എ ഡാൻഡി കാർ എന്ന് വെച്ചാൽ വളരെ എക്സലൻ്റ് ആയിട്ടുള്ളൊരു നല്ല കാർ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഗെറാഡ് ഐ ആം എഫ്രൈഡ് ജുവൽസ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ ഇൻ ദിസ് പാർട്ട് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല, കാരണം എന്താണ്, ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ഒരു ഇംഗ്ലണ്ടിൽ അത്ര അടുത്തൊന്നുമല്ല, എന്ന് വെച്ചാൽ ഒരു റെയറാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. സോ ആർ ദ കോപ്സ്, ഐ ക്യാൻ റിട്ടയർ ഹിയർ നൈസ്ലി ഫോർ എ ലിറ്റിൽ വൈൽ. അപ്പോൾ കോപ്സ് എന്ന് പറയുന്നത് എൻ്റെ
എന്നെ കോപ്സ് പോലീസുകാരാണ്. അപ്പോൾ എന്നെ അവർ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സമയത്തേക്ക് അവരിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ജീവിക്കാമെന്ന്. ഗെറാഡ്, യു മീൻ ടു ലീവ് വിത്ത് മീ? അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് എൻ്റെ കൂടെ ജീവിക്കാമെന്നാണോ? എ ലിറ്റിൽ സഡൻ ഇസിൻറ്റ് ഇറ്റ്? യു ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ കയറി വന്നത് എൻ്റെ ഒന്നിച്ച് ജീവിക്കാനാണോ? ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ നിങ്ങളെ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് ഗെറാഡ് പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ പറഞ്ഞു, യു വോണ്ട് ബി ഹിയർ ലോങ്, സോ ഐ ഡിഡിൻ ട്രബിൾ ടു ആസ്ക്. അപ്പം നിങ്ങൾ ഒരുപാട് കാലമൊന്നും ഇവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് ആര് പറഞ്ഞു? ഇൻട്രൂഡർ പറഞ്ഞു. എന്ന് വെച്ചാൽ ഗെറാഡിൻ്റെ കോട്ടേജിൽ കയറി ഇൻട്രൂഡർ പറയാണ് നിങ്ങൾ ഒരുപാട് കാലമൊന്നും ഉണ്ടാവില്ല എന്ന്. ഓക്കെ, അപ്പോൾ ഗെറാഡ്, വാട്ട് ഡു യു മീൻ? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇൻട്രൂഡർ, ദിസ് ഈസ് യുവർ ബിഗ് സർപ്രൈസ്, ഐ എം ഗോയിങ് ടു കിൽ യു. ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന വലിയൊരു സർപ്രൈസ് എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. അപ്പോൾ ഗെറാഡ്, എ ലിറ്റിൽ ഹാർഷ് ഇസിൻറ്റ് ഇറ്റ്? അപ്പോൾ കുറച്ച് ഹാർഷായിട്ട് കുറച്ച് ഒച്ചത്തിൽ ഇദ്ദേഹം പറയാണ്, അതെയോ നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? ഇസിൻറ്റ് ഇറ്റ്? Intruder, with heavy sarcasm, hey, I will be sorry to do it. I have taken a fancy to you, but it's just go to be done. അപ്പോൾ എന്താണ്? എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളെ കൊല്ലുന്നതിൽ, പക്ഷേ I have taken a fancy to you, but it's just go to be done. അപ്പം ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്, അതാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ കാര്യം നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയാനും താല്പര്യമുണ്ടെന്ന രീതിയിൽ. ഗെറാഡ്, വൈ ആഡ് മർഡർ ടു യു അതർ ക്രൈംസ് ഇസ് ഗ്രേറ്റ് സ്റ്റെപ്പ് യു ആർ ടേക്കിംഗ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ജ്വല്ലറി എങ്ങനെയും റോബ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോഷ്ടിക്കാറുണ്ട് ജ്വല്ലറിയിൽ നിന്ന്, പക്ഷെ അതിൻ്റെ കൂടെ ഈ ഒരു മർഡർ എന്ന് പറയുന്നത് ചെയ്യുന്നത് എന്താണ്? അത് ഏറ്റവും വലിയ ഇറ്റ്സ് ഗ്രേവ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? മർഡർ എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ അറിയാണ്, I am not taking it for fun. I have been hunted long enough. I am wanted for murder already and they can't hang me twice. അപ്പോൾ പറയാണ്, ഞാനിത് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഞാൻ തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതും അല്ല. എന്നെ ഒരുപാട് കാലമായി പോലീസുകാർ അന്വേഷിക്കുകയാണ്, പക്ഷേ ഇതുവരെ എന്നെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു മർഡർ ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഒരു മർഡർ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അവർക്ക് എന്നെ കിട്ടിയിട്ടില്ല. എന്നെ അവരെ അന്വേഷിക്കുകയാണ്, അവരെ എൻ്റെ ബാക്കിലൂടെ എന്നെ തപ്പിക്കൊണ്ട് ഇരിക്കുകയാണ്, എന്നെ അന്വേഷിക്കുകയാണ്, പക്ഷെ അവർക്ക് എന്നെ കിട്ടിയില്ല. വീണ്ടും ഒരു മർഡർ ചെയ്തെന്ന് വെച്ച് അവർ എന്നെ 2 പ്രാവശ്യമൊന്നും തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല. ഒരിക്കൽ ഞാൻ ഒരു മർഡർ ചെയ്തിട്ടുണ്ട്, അതിന് എൻ്റെ പിറകിൽ പോലീസ് എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു കൊലപാതകം ചെയ്തെന്ന് വെച്ച് വീണ്ടും 2 പ്രാവശ്യം അവർക്ക് എന്നെ തൂക്കിക്കൊല്ലാൻ സാധിക്കില്ല എന്ന് ഇൻട്രൂഡർ പറയാണ്. അപ്പോൾ ഇവിടെ സെക്ഷൻ 2 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് സെക്ഷൻ 3 പോവാം. ദ ഇൻട്രൂഡർ ത്രെറ്റൻസ് ടു കിൽ ഗെറാഡ്. ഈസ് ഗെറാഡ് അഫ്രേഡ്? ഈസ് ഹി നെർവസ്? ഡസ് ദ ഇൻട്രൂഡർ ക്യാരി ഔട്ട് ഹിസ് ത്രെറ്റ്? അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. സെക്ഷൻ 3 എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ സെക്ഷൻ 3 എന്താണ് പറയുന്നത് നോക്കാം. ദ ഇൻട്രൂഡർ ത്രെറ്റൻസ് ടു കിൽ ഗെറാഡ്. അപ്പോൾ ഇൻട്രൂഡർ എന്താണ് ഗെറാഡിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ്. ഞാൻ നിന്നെ കൊല്ലും എന്ന രീതിയിൽ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ്. ഈസ് ഗെറാഡ് അഫ്രേഡ്? അപ്പോൾ ഗെറാഡ് പേടിച്ചിരുന്നോ? ഈസ് ഈ നെർവസ്? ഡസ് ദ ഇൻട്രൂഡർ ക്യാരി ഓൺ ഹിസ് ത്രെറ്റ്? അപ്പോൾ അദ്ദേഹം പേടിച്ചിരിക്കുകയാണോ? ഈ ഗെറാഡ് പേടിച്ചിരിക്കുകയാണോ? നമുക്ക് എന്താണ് ഈ ഒരു ത്രെറ്റിൽ നിന്ന്, ഇദ്ദേഹത്തിൻ്റെ ഭീഷണിയിൽ നിന്ന് ഗെറാഡ് പേടിച്ചോ ഇല്ലേ എന്ന് നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഗെറാഡ്, യു ആർ പ്ലാനിങ് എ ഡബിൾ മർഡർ, സോ ടു സ്പീക്ക്, അഡ്മിറ്റഡ് യു ഹാവ് നത്തിങ് ടു ലൂസ്, ബട്ട് വാട്ട് ഹാവ് യു ടു ഗെയിൻ? അപ്പോൾ സെക്ഷൻ 2 പറഞ്ഞു, ഇദ്ദേഹം പറയാണ്, ഞാൻ ഓൾറെഡി ഒരു മർഡർ ചെയ്തിട്ടുണ്ട്, ഒരു കുറ്റം ചെയ്തിട്ടുണ്ട്, ഒരാളെ കൊന്നിട്ടുണ്ട്, പക്ഷേ പോലീസ് എന്നെ തിരയുകയാണ്, അല്ലാതെ എന്നെ പോലീസുകൾ ലഭിച്ചിട്ടില്ല, എന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ വീണ്ടും ഞാനൊരു കൊല നടത്തിയെന്ന് വെച്ച് അവരെന്നെ 2 പ്രാവശ്യമൊന്നും തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഇവിടെ ഗെറാഡ് പറയാണ്, ഓക്കെ, നിന്റെ പ്ലാൻ നല്ലതാണ്, നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, പക്ഷെ നിനക്കതിൽ ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷെ അതിൽ നിനക്ക് എന്താണ് നേട്ടമുള്ളതെന്ന് ഗെറാഡ് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, ഐ ഹാവ് ഗോട്ട് ഫ്രീഡം ടു ഗെയിൻ. എനിക്ക് എന്ത് കിട്ടുകയാണ്? എനിക്ക് ഫ്രീഡം കിട്ടിയാണ് എന്ന് വെച്ചാൽ എനിക്ക് സ്വതന്ത്രമാവാൻ സാധിക്കും. ആസ് ഫോർ മൈ സെൽഫ്,
ഐ എം എ പുവർ ഹണ്ടഡ് റാറ്റ്. അപ്പോൾ എനിക്ക് സ്വയം എന്ത് ചെയ്യാം, എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. ഐ ആം എ പുവർ ഹണ്ടഡ് റാറ്റ്. ഞാനൊരു എന്താണ്, എന്നെ പോലീസ്, ഞാനൊരു മർഡർ ചെയ്തത് കൊണ്ട് തന്നെ, ഞാനൊരു കുറ്റകൃത്യം ചെയ്തത് കൊണ്ട് തന്നെ എന്നെ പോലീസ് തപ്പുകയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് സ്വതന്ത്രമാവാൻ സാധിക്കും. ആസ് വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ് ഐ ആം ഫ്രീ ടു ഗോ ടു പ്ലേസസ് ആൻഡ് ഡു നത്തിങ്. അപ്പോൾ ഞാൻ നിൻ്റെ സ്ഥാനത്തേക്ക് വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ് ആയി ആ ഒരു ഐഡൻറ്റിറ്റി എനിക്ക് ലഭിച്ചാൽ എനിക്ക് ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോവാം, എവിടെ വേണമെങ്കിലും വരാം സാധിക്കും. ഐ ക്യാൻ ഈറ്റ് വെൽ ആൻഡ് സ്ലീപ്പ് ആൻഡ് വിത്തൗട്ട് ഹാവിങ് ടു ബി റെഡി ടു ഹൈഡ് അറ്റ് ദ സൈറ്റ് ഓഫ് എ കോപ്പ്. അപ്പോൾ എനിക്ക് നല്ല സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, വിത്തൗട്ട് ഹാവിങ് ടു ബി റെഡി ടു ഹൈഡ്. അപ്പോൾ എനിക്ക് ഈ ഒരു പോലീസിൽ നിന്ന് ഒളിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ് ആയ ആ ഒരു നിൻ്റെ സ്ഥാനത്ത് ഞാൻ വന്നതോടെ എൻ്റെ എല്ലാ എന്താണ്, എനിക്ക് ഫ്രീഡം ലഭിക്കുകയാണ്, ഞാൻ സ്വതന്ത്രം ആവാൻ പോവുകയാണെന്ന് ഇൻട്രൂഡർ പറയുകയാണ്. അപ്പോൾ ഗെറാഡ്, in most melodramas the villain is foolish enough to delay his killing long enough to be ഫ്രസ്ട്രേറ്റഡ്, യു ആർ മച്ച് ലക്കി. അപ്പോൾ ഈ വില്ലൻ എന്ന് പറയുന്നത് എല്ലാ ഡ്രാമാറ്റിക് എല്ലാ നാടകത്തിലും ഈ ഒരു വില്ലൻ എന്ന് പറയുന്നത് വിഡ്ഢിയാണ്. അവനെന്ത് ചെയ്യുക, ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്യും കൊല്ലാൻ വേണ്ടിയിട്ട്, പക്ഷേ ആ ഒരു പ്ലാനിങ് നടക്കാതെ പോയി. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നീ വളരെ ലക്കിയാണ്, നിനക്കൊരു ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ ഒരാളെ കൊല്ലണം അല്ലെങ്കിൽ എങ്ങനെ ശത്രുവിനെ നേരിടണം എന്നുള്ളൊരു ടെൻഷനൊന്നും നിനക്കില്ല, നീ ഭാഗ്യവാനാണെന്ന് പറയാണ്. ഇൻട്രൂഡർ, ഐ ആം ഓക്കെ, ഐ ഹാവ് ഗോട്ട് എ റീസൺ ഫോർ എവറിത്തിങ്. ഞാൻ ഓക്കെയാണ്, എനിക്ക് എല്ലാത്തിനും ഒരു കാരണങ്ങളുണ്ട്. ഐ ആം ഗോയിങ് ടു ബി വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ് സി. അപ്പം ഞാനിപ്പോൾ വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ് ആവാൻ പോവുകയാണ്. ഐ ഹാവ് ഗോട്ട് ടു നോ വാട്ട് ഹി ടോക്സ് ലൈക്ക്, ഹൗ ഐ നോ യുവർ ആക്സെൻറ്റ് കം ഈസി. അപ്പോൾ എനിക്ക് നീ എങ്ങനെ സംസാരിക്കുന്നുള്ളത് മനസ്സിലായി. നീ ആയിട്ട് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നീ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിക്കും. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, അത് അത്രക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പെട്ടെന്ന് നിന്നെപ്പോലെ ആവാൻ എനിക്ക് സാധിക്കും. ദിസ് ഈസ് മിസ്റ്റർ വി സി ഗെറാഡ് സ്പീക്കിംഗ്. അപ്പം ഇദ്ദേഹം ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞു ഈ ഒരു കർട്ടൻ റൈസ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു, ഗെറാഡ് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അത് ആര് വാച്ച് ചെയ്തിരുന്നു, ഇൻട്രൂഡർ വാച്ച് ചെയ്തിരുന്നു. ഇദ്ദേഹം എന്തെയാണ്, ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഇദ്ദേഹം ഗെറാഡിനെ പോലെ സംസാരിച്ച്, ഇൻട്രൂഡർ ഗെറാഡിനെ പോലെ സംസാരിച്ച് കാണിക്കുകയാണ്. ദിസ് ഈസ് മിസ്റ്റർ വി സി ഗെറാഡ് സ്പീക്കിംഗ് ആൻഡ് ദാറ്റ്സ് നോട്ട് ഓൾ. ഗെറ്റ് അപ്പ് എ മിനിറ്റ് നൗ ടു ടേക്ക് എ ലുക്ക് അറ്റ് മീ. അത് മാത്രമല്ല, നിങ്ങൾ എന്നെ നോക്കൂ എന്ന് പറയാണ് ഒരു ഇൻട്രൂഡർ ഗെറാഡിനോട് പറയാണ്. അപ്പോൾ യു ആർ നോട്ട് പെർട്ടിക്കുലർലി അട്രാക്റ്റീവ്. അപ്പോൾ ഗെറാഡ് പറയാണ്, നിന്നെ കാണാൻ ഒരു ആകർഷകം എന്ന് വെച്ചാൽ ആകർഷിപ്പിക്കുന്ന രീതിയിലല്ല, നിങ്ങളെ കാണാൻ വലിയ അട്രാക്റ്റ് ഒന്നും ഇല്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ, നോ, വെൽ ദാറ്റ് ഗോസ് ഫോർ യു ടു. ഐ ഹാവ് ഓൺലി ഗോട്ട് ടു വിയർ സ്പെക്സ് ആൻഡ് ഐ വിൽ ലുക്ക് ഇനഫ് ലൈക്ക് യു ടു ഗെറ്റ് എവേ വിത്ത് ഇറ്റ്. അപ്പോൾ അത് പ്രശ്നമില്ല, ഞാൻ നിന്നെ പോലെ ആ ഒരു സ്പെക്സ് വെച്ചാൽ നിന്നെ പോലെ തന്നെയാവും, എനിക്ക് നീ ആയിട്ട് ഗെറാഡിനെ പോലെ തന്നെ ആവാൻ സാധിക്കുമെന്ന് പറയാണ്. അപ്പോൾ ഗെറാഡ്, വാട്ട് അബൌട്ട് യുവർ ക്ലോത്ത്സ്, ദേ വിൽ ലെറ്റ് യു ഡൗൺ ഇഫ് യു ആർ നോട്ട് കെയർഫുൾ. അപ്പോൾ നിന്റെ വസ്ത്രം എന്താണ്, ഇത് കണ്ടാൽ നിന്നെ തീർച്ചയായും അവർക്ക് മനസ്സിലാവും നീ ഗെറാഡ് അല്ലെന്ന് മനസ്സിലാവും. എന്താണ്, അപ്പോൾ ഇൻട്രൂഡർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് ഡിഫറെൻ്റ് ആണ് ഗെറാഡിൽ നിന്നും, അതുകൊണ്ട് തന്നെ പറയാണ് നിൻ്റെ ഈ ഒരു വസ്ത്രത്തിൽ നിന്ന് അവർക്ക് നിന്നെ ഗെറാഡ് അല്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. Intruder, that's be all right, yours will fit me fine. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല, അതെല്ലാം ശരിയായിക്കോളും, നിൻ്റെ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് സൂട്ട് ചെയ്യും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിറ്റ് ആവുമെന്ന് ഇൻട്രൂഡർ പറയുകയാണ്. അപ്പോൾ ഗെറാഡ്, that is extremely interesting, but you seem to miss the point of my remark. I said you were luckier than most melodramatic villains. It was not compliment to your intelligence. You won't kill me for a very good reason. അപ്പോൾ ഗെറാഡ് പറയാണ്, ദാറ്റ് ഈസ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ്. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞൊരു റിമാർക്ക് നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്. ഐ സെഡ് യു ആർ ലക്കി ദൻ മോസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഭാഗ്യവാനാണ്, മറ്റുള്ള വില്യന്മാരെക്കാളും നിങ്ങൾ ഭാഗ്യവാനാണ്. പക്ഷേ അത് ഞാൻ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിപരമായ കാര്യത്തെ പൊക്കി പറഞ്ഞതോ പുകഴ്ത്തി പറഞ്ഞതോ ഒന്നും അല്ല. യു വോണ്ട് കിൽ മീ ഫോർ എ വെരി ഗുഡ് റീസൺ. അപ്പോൾ നിങ്ങൾ എന്നെ കൊല്ലില്ല, നല്ലൊരു കാരണം കൊണ്ട് തന്നെ, ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രൂഡർ, സോ ദാറ്റ്സ് വാട്ട് യു തിങ്ക്. അപ്പോൾ അതാണോ നിങ്ങൾ ആലോചിക്കുന്നത്, അതാണോ നീ ആലോചിക്കുന്നതെന്ന് ഇൻട്രൂഡർ ചോദിക്കുകയാണ്. അപ്പോൾ
Gerard, you will let me go and thank God you didn't shoot sooner. അപ്പോൾ നിങ്ങൾ എന്നെ പോവാൻ അനുവദിക്കുമല്ലോ, ദൈവത്തിനോട് നന്ദി പറയാണ് ഇദ്ദേഹം, നിങ്ങൾ എന്നെ പോവാൻ അനുവദിക്കുമല്ലോ, നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല എന്ന് ആര് പറഞ്ഞു? ഗെറാഡ് പറഞ്ഞു. അപ്പോൾ ഇൻട്രൂഡർ, കം ഓൺ, വാട്ട്സ് ഓൺ യുവർ മൈൻഡ്, ബെറ്റർ ബി ക്വിക്ക്, ദിസ് കോൺവെർസേഷൻ ബോസ് മീ. അപ്പോൾ ഓക്കെ, പറയൂ, നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് പെട്ടെന്ന് പറയൂ, എനിക്ക് ഈ ഒരു സംസാരം കേട്ടിട്ട് ബോറടിക്കുകയാണ്, എനിക്ക് ഈ സംസാരം കേൾക്കാൻ അധികം താല്പര്യമൊന്നുമില്ല, ബോറടിക്കുകയാണ്, അപ്പോൾ പെട്ടെന്ന് എന്താണ് മനസ്സിലുള്ളതെന്ന് പറയൂ. Gerard, your idea is to elude that police by killing me and taking on my identity. അപ്പോൾ നിങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ, ഒരു പ്ലാൻ എന്ന് പറയുന്നത് എന്നെ കൊന്നിട്ട് എൻ്റെ സ്ഥാനത്ത് ഗെറാഡായിട്ടുള്ള ആ ഒരു ഐഡൻറ്റിറ്റി നേടാന്നുള്ളതല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ, യെസ് ഐ ലൈക്ക് ദ ഐഡിയ, അങ്ങനെ തന്നെയാണ്, അതെനിക്കിഷ്ടമുള്ള ഐഡിയ ആണ്, അതെ അതുപോലെ തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, അപ്പോൾ ഗെറാഡ് പറയാണ്, ബട്ട് ആർ യു ഷുവർ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് നിങ്ങളെ സഹായിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ, നൗ ലിസൺ ഹിയർ, ഐ ഹാവ് ഗോട്ട് ദിസ് ഓൾ പ്ലാൻ, ഐ ഡിഡ് എ ജോബ് ഇൻ ടൗൺ, തിങ്സ് വെന്റ് റോങ് ആൻഡ് ഐ കിൽഡ് എ കോപ്പ്, സിൻസ് ദെൻ ഐ ഹാവ് ഡൺ നത്തിങ് ബട്ട് ഡോഡ്ജ്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? അപ്പോൾ ഇൻട്രൂഡർ പറയാണ്, നൗ ലിസൺ യു ഹാവ് ഗോട്ട് ദിസ് ഓൾ പ്ലാൻഡ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ, ഞാനിതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. ഐ ഡിഡ് എ ജോബ് ഇൻ ടൗൺ, ഞാൻ ഒരു ടൗണിൽ ജോബ് ചെയ്യുമായിരുന്നു. തിങ്സ് വെന്റ് റോങ് ആൻഡ് ഐ കിൽഡ് എ കോപ്പ്. അപ്പോൾ ഒരു പ്രശ്നത്തിനിടയിൽ ഞാനൊരു പോലീസിനെ കൊന്നിട്ടാണ് വന്നത്. സിൻസ് ഐ ഹാവ് ഡൺ നത്തിങ് ബട്ട് ഡോഡ്ജ്. അപ്പോൾ അതിനുശേഷം ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഡോഡ്ജ് എന്ന് വെച്ചാൽ ഒളിച്ചിരിക്കുകയാണ്, എന്ന് വെച്ചാൽ അവരിൽ നിന്ന് അവരെ പേടിച്ച്, അല്ലെങ്കിൽ ഒരു പോലീസിനെ കൊന്നതിനുള്ള അന്വേഷണത്തിലാണ്, അവരെന്നെ തിരയുകയാണ്, അവരെൻ്റെ പിറകിലുണ്ട്, അതിനു വേണ്ടിയിട്ട് ഞാൻ ഡോഡ്ജ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒളിച്ച് താമസിക്കുക എന്ന്. ഗെറാഡ്, ആൻഡ് ദിസ് ഈസ് വെയർ ഡോഡ്ജിങ് ഹാസ് ബ്രോട്ട് യു. അപ്പോൾ ഇവിടെയാണോ നിങ്ങളെ ഡോഡ്ജിങ് ഇവിടേക്കാണോ എത്തിച്ചതെന്ന്. ഇൻട്രൂഡർ, ഇറ്റ് ബ്രോട്ട് മീ ടു അയൽസ്ബറി, ദാറ്റ്സ് വെയർ ഐ സോ യു ഇൻ ദ കാർ. അപ്പോൾ അത് എന്നെ അയൽസ്ബറി ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അവിടേക്കാണ് എത്തിച്ചത്. അവിടെ ഞാൻ നിങ്ങളുടെ കാറിൽ കണ്ടിരുന്നു. ടു അതർ പീപ്പിൾ സേ യു ആൻഡ് സ്റ്റാർട്ടഡ് ടു ടോക്ക്. അപ്പോൾ വേറെ രണ്ട് നിങ്ങളെക്കുറിച്ച് വേറെ ആൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ഞാനത് ലിസൺ ചെയ്തു, ഞാനത് കേട്ടിട്ട് നിന്നിരുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ എ ബിറ്റ് ക്യൂർ കൈൻഡ് ഓഫ് എ മിസ്റ്ററി മാൻ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം എന്താണ് മിസ്റ്ററി മാൻ എന്ന് വെച്ചാൽ അധികവും ആരുമായിട്ട് കമ്പനി ഇല്ലാത്ത, അല്ലാതെ ഒരു വലിയ ഒരു ആൾക്കാരുമായിട്ട് ഇടപെടാത്ത ഒരാളാണ്, ഒരു വ്യത്യസ്ത മനുഷ്യനാണ്. നോർമൽ ആയിട്ടുള്ള എല്ലാവരെ പോലെയല്ല, ഒരു വ്യത്യാസം നിങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. പ്രത്യേകിച്ച് ആരുമായിട്ട് ചങ്ങാത്തം കൂടാത്ത ഒരു ക്യാരക്ടർ ഉള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. ഗെറാഡ്, എ മിസ്റ്ററി വിച്ച് ഐ പ്രൊപ്പോസ് ടു എക്സ്പ്ലെയിൻ. അപ്പോൾ ആ ഒരു കാര്യമാണ്, ആ ഒരു മിസ്റ്ററി, ആ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറയാൻ വന്നതെന്ന്. അപ്പോൾ സെക്ഷൻ 3 അവിടെ കഴിഞ്ഞു. അപ്പോൾ സെക്ഷൻ 4 എന്താണെന്ന് നോക്കാം. ഗെറാഡ് വാസ് എ മിസ്റ്ററി മാൻ. Why did he act in a mysterious way? Was he also a crook like the intruder? Let's find out what happens to Gerard and the intruder. അപ്പോൾ ഗെറാഡ് ഒരു മിസ്റ്ററി മാൻ ആണെന്ന് വെച്ചാൽ അധികവും ആരുമായി ഒരു നിഗൂഢമായ ഒരു ആരുമായിട്ടൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആരോടും അധികം ചങ്ങാറ്റം കൂടാതെ അങ്ങനത്തെ ഉള്ളൊരു ലൈഫാണ്, ഒരു മിസ്റ്ററി, ഒരു അങ്ങനത്തെ ഒരു ജീവിതമാണോ ഇദ്ദേഹം, അങ്ങനത്തെ ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഇദ്ദേഹം അങ്ങനെയായി അഭിനയിക്കുകയാണോ, ഇദ്ദേഹം ഇൻട്രൂഡറിനെ പോലെ തന്നെ ഒരു ക്രൂക്കാണെന്ന് വെച്ചാൽ ഇദ്ദേഹം വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ, എന്താണ് ഗെറാഡിനും ഇൻട്രൂഡറിനും സംഭവിക്കുന്നത് നമുക്ക് ഈ ഒരു സെക്ഷനിലൂടെ നോക്കാം. അപ്പോൾ ഇൻട്രൂഡർ, ഡിസ്റിഗാർഡിങ് ഹിം, യുവർ ഫോൺ, യുവർ ഓർഡേഴ്സ് ആൻഡ് സംടൈംസ് യു ഗോ അവേ സഡൻലി ആൻഡ് കം ബാക്ക് ജസ്റ്റ് ആസ് സഡൻലി. അപ്പം നിങ്ങളെക്കുറിച്ച് കേട്ടത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു സാധനം ഓർഡർ ചെയ്യും, എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോവും, എന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. There are just the things I want to do. Hearing about you was one of my luckiest breaks. അപ്പോൾ നിങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി, ഞാൻ വളരെ ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നി. ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്, ഒരു കാര്യം ഓർഡർ ചെയ്യുക, എന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോവുക, എന്നിട്ട് പെട്ടെന്ന് തിരിച്ചു വരിക, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. അതുകൊണ്ട് ഞാൻ ലക്കിയാണ്, ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഭാഗ്യവാനാണെന്ന് പറയാണ്.
നിങ്ങളെ സ്ഥാനത്ത് എനിക്ക് ഇരുന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് ആ കാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. എൻ്റെ കാര്യം ചെയ്യാൻ എനിക്ക് എളുപ്പമായിരിക്കും. എനിക്ക് ഗെറാഡായി ഐഡൻറ്റിറ്റി കിട്ടിയാലെന്നാണ് പറയുന്നത്. അപ്പോൾ ഗെറാഡ്, അപ്പാരൻ്റ്ലി യു ഹാവിൻ ദ ഇൻ്റലിജൻസ് ടു ആസ്ക് വൈ ഐ ആം സറൗണ്ടഡ് ഇൻ ദ എയർ ഓഫ് മിസ്റ്ററി. അപ്പോൾ നിങ്ങൾക്ക് എന്നെക്കുറിച്ച്, ഞാൻ ഒരു മിസ്റ്ററിയസ് ആയിട്ടുള്ളൊരു ആളാണെന്ന് മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ഒരു ബുദ്ധി നിങ്ങൾക്കില്ലല്ലോ, എന്നെക്കുറിച്ച് ആ ഒരു കാരണം ചോദിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഇല്ലാതെ പോയല്ലോ എന്നാര് ചോദിക്കുകയാണ്? ഗെറാഡ് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് ചുറ്റും ഒരു രഹസ്യത്തിൻ്റെ ഒരു നീക്കം, അല്ലെങ്കിൽ ഞാനൊരു മിസ്റ്റീരിയസ് എന്ന് വെച്ചാൽ ഒരു രഹസ്യ നീക്കം, അല്ലെങ്കിൽ ഒരു രഹസ്യത്തിൻ്റെ വായു എനിക്ക് ചുറ്റുമുള്ള, രഹസ്യത്തിൻ്റെ ആ ഒരു വായു ചുറ്റുമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ അത് എന്താണെന്ന്, അപ്പാരൻ്റ്ലി യു ഹാവിൻ ദ ഇൻ്റലിജൻസ് ടു ആസ്ക് വൈ ഐ ആം സറൗണ്ടഡ്, ഞാൻ എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രഹസ്യ വായുവിൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിലേക്ക് എത്തിച്ചേർന്നതെന്ന് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയല്ലോ എന്നാണ് ആര് ചോദിക്കുകയാണ്? പറയാണ്, ഗെറാഡ് പറയാണ്. അപ്പോൾ ഇൻട്രൂഡർ പ്രിപ്പയറിങ് ടു ഷൂട്ട്, ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു, ഇദ്ദേഹം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു തോക്കെടുത്തു. ആസ് ഐ സെഡ് ബിഫോർ, ദിസ് കോൺവെർസേഷൻ ബോസ് മീ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എനിക്കിത് ബോറടിക്കുകയാണ്, ഇങ്ങനത്തെ സംസാരിക്കരുത്. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. അപ്പോൾ ഗെറാഡ്, ഡോണ്ട് ബി എ ഫൂൾ, ഇഫ് യു ഷൂട്ട് യു വിൽ ഹാങ് ഫോർ ഷുവർ, ഇഫ് നോട്ട് ആസ് യുവർ സെൽഫ് ദെൻ ആസ് വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ്. അപ്പോൾ നിങ്ങൾ ഇത്രയ്ക്കും വിഡ്ഢിയാവരുത്, നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്താൽ നിങ്ങൾ തൂക്കിക്കൊല്ലുമെന്ന് ഉറപ്പാണ്. കാരണം എന്താണ്, നിങ്ങളല്ലാതെയാണെങ്കിൽ, ഇപ്പോൾ ഇൻട്രൂഡറിൻ്റെ ഐഡൻറ്റിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിൻസെൻറ്റ് ചാൾസ് ഗെറാഡ് ആയാൽ പോലും, നിങ്ങൾക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി വെച്ചാൽ പോലും നിങ്ങളെ തൂക്കിക്കൊല്ലുക തന്നെ ചെയ്യും. എൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ടായാൽ പോലും നിങ്ങളെ തൂക്കിക്കൊല്ലും. അപ്പോൾ ഇൻട്രൂഡർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദിസ്? അപ്പോൾ എന്താണ് ഇങ്ങനെ? അപ്പോൾ നേരത്തെ പറഞ്ഞ എന്താണ്, നിങ്ങളെ തൂക്കിക്കൊല്ലും എന്ന് വെച്ചാൽ ഇൻട്രൂഡർ ഗെറാഡിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വന്നാൽ പോലും ഇൻട്രൂഡറിനെ തൂക്കിക്കൊല്ലും എന്നാണ് ആര് പറഞ്ഞത്? ഗെറാഡ്. അപ്പോൾ ദിസ് ഈസ് യുവർ ബിഗ് സർപ്രൈസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞു. ഐ സെഡ് യു would not kill me and I was right. What do you think? I am here today and gone tomorrow. അപ്പോൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്നെ കൊല്ലില്ല, അതാണ് സത്യം. What do you think? I am here today and gone tomorrow. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിച്ചത്, ഞാൻ ഇന്നിവിടെ ഉണ്ടെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തുണ്ട് എന്നാണോ? Never see trade peoples, അപ്പം ഞാൻ കച്ചവടക്കാരെ കണ്ടിട്ടില്ലെന്നോ? You say my habits would suit me. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എൻ്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവത്തിന് സൂട്ട് ചെയ്യുമെന്നാണോ? You are a crook. Do you think I am a Sunday school teacher? അപ്പം നിങ്ങളൊരു ക്രൂക്കാണ്. അപ്പം നിങ്ങൾ എന്താണ് വിചാരിച്ചത്, സൺഡേ ടീച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഡു യു തിങ്ക് ഐ എം എ സൺഡേ സ്കൂൾ, ഞാൻ അത്രയ്ക്ക് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണോ എന്ന് ആര് ചോദിക്കുകയാണ്? ഗെറാഡ് ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്, ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന് വെച്ചാൽ ഞാൻ അത്രയ്ക്ക് അപ്പോൾ ഗെറാഡ് പറയുകയാണ്, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു വലിയ സർപ്രൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ കൊല്ലില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിയാണ്. നിങ്ങൾ എന്താണ് വിചാരിച്ചത്, ഞാൻ ഇന്നിവിടെ ഉണ്ടെങ്കിൽ നാളെ വേറൊരു സ്ഥലത്തുണ്ടാവും എന്നാണോ? ഞാൻ ഒരു കച്ചവടക്കാരെ കണ്ടിട്ടില്ല എന്നാണോ ആൾക്കാരൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്? നിങ്ങൾ വിശ്വസിച്ചോ? യു സേ മൈ ഹാബിറ്റ്സ് വുഡ് സൂട്ട് മീ, എൻ്റെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവത്തിനെ സൂട്ട് ചെയ്യുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആൾക്കാർ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ? യു ആർ എ ക്രൂക്ക്, നിങ്ങളെ അവർ വഞ്ചിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചതിക്കുകയായിരുന്നു എന്ന്. ഡു യു തിങ്ക് ഐ എം എ സൺഡേ സ്കൂൾ ടീച്ചർ, ഞാനൊരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന് വെച്ചാൽ ഒരു സത്യസന്ധമായ ഒരാളാണോ, ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ധരിച്ചോ? എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയത്? യു മേ ബി എ ലയർ. അപ്പം ഇൻട്രൂഡറാണ്, നിങ്ങളൊരു ലയർ എന്ന് വെച്ചാൽ കള്ളം പറയുന്നത് എന്ന് വെച്ചാൽ നുണയൻ, കള്ളം പറയുകയാണോ എന്ന രീതിയിൽ നിങ്ങളൊരു കള്ളം പറയുന്നവനാവാം അല്ലെങ്കിൽ നുണയാനാവാം എന്ന് ഇൻട്രൂഡർ പറയണം. അപ്പോൾ ഗെറാഡ്, ലിസൺ, ദ ഗെയിംസ് അപ്പ് ആസ് ഫാർ ആസ് ഐ എം കൺസേൺ, തിങ്സ് വെൻ റോങ് വിത്ത് മീ, ഐ സെഡ് ഇറ്റ് വിത്ത് ബുള്ളറ്റ്സ് ആൻഡ് കോട്ടവി. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞാനൊരു ട്രാപ്പിലാണ് പെട്ടിട്ടുള്ളത്, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ തന്നെ ഒരു മർഡർ നടന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ദേ ഗോട്ട് ഓൺ ഓഫ് മൈ മെൻ. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ അവർ പിടിച്ചു. ഇപ്പോൾ എന്താണ്, അവർ എൻ്റെ പിറകിലുണ്ട്, അവർ എന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. ടുനൈറ്റ് ഐ എം എക്സ്പെക്ടിങ്
എക്സ്പെക്റ്റിംഗ് ട്രബിൾ. അപ്പോൾ ഈ ഒരു രാത്രിയിൽ ഞാൻ എന്താണ് നാടുവിടുകയാണ്, എന്നെ അവർ ഇന്ന് പിടിക്കാൻ സാധ്യതയുണ്ട്. മൈ ബാഗ്സ് പാക്ക് റെഡി ടു ക്ലിയർ ഓഫ്. അപ്പം ഞാൻ നാടുവിടാൻ വേണ്ടിയിട്ട് ബാഗ് പാക്ക് ചെയ്യായിരുന്നു. നോക്കൂ അവിടെ ഉണ്ട്, ദാറ്റ് ഇറ്റ് ഈസ്, അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇൻട്രൂഡർ ഇറ്റ്സ് എ ബാഗ് ഓൾ റൈറ്റ് ആൻഡ് ദിസ് ഈസ് എ ഗൺ ഓൾ റൈറ്റ്. അപ്പോൾ ഇത് ബാഗാണ് ശരി, ഇതൊരു ഗണ്ണാണ് ശരി. അപ്പോൾ വാട്ട്സ് ഓൾ ദിസ്? അപ്പോൾ ഇൻട്രൂഡറിന് ആകെ കൺഫ്യൂഷനാണ്. ഇത് ബാഗാണ്, ഇത് ഗണ്ണാണ്, ഓക്കെ ശരി, പക്ഷേ ഇതൊക്കെ എന്താണെന്ന് ഇദ്ദേഹത്തിന് ആകെ കൺഫ്യൂസ് ആയി ഇൻട്രൂഡറിന്. അപ്പോൾ ഗെറാഡ് ദാറ്റ്സ് ഡിസ്ഗ്യൂസ് ഔട്ട്ഫിറ്റ്. അപ്പോൾ false mustaches and what not, what do you believe now do you believe me? അപ്പോൾ ഡിസ്ഗ്യൂസ് ഔട്ട്ഫിറ്റ് എന്ന് വെച്ചാൽ വേഷം മാറിയിട്ട് എന്നെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഷം മാറാൻ വേണ്ടിയിട്ടുള്ള മുസ്റ്റേച്ച് എന്ന് വെച്ചാൽ മീശ, മുസ്റ്റാച്ചസ് ആൻഡ് വാട്ട് നോട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഈ ബാഗിനകത്തുള്ളത്. നൗ ഡു യു ബിലീവ്? ഇപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചോ? അപ്പോൾ മ്യൂസിക്കിൽ എന്ന് വെച്ചാൽ ഇൻട്രൂഡർ അറിയാണ് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇദ്ദേഹത്തിന് ആകെ കൺഫ്യൂസ് ആയിരിക്കുകയാണ്. അപ്പോൾ കെറാൽ ഫോർ ഗോഡ് സേ ക്ലിയർ ദാറ്റ് മഡിൽ ഹെഡ് ഓഫ് yours and let's go. Come with me in the car. I can use you. If you find it's fake, you have got me in the car and you will still got your gun. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ ഭാഗ്യത്താൽ എന്താണ് മഡിൽ ഹെഡ് ഓഫ് യുവേഴ്സ് ആൻഡ് ലെറ്റ്സ് ഗോ, നമ്മൾക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. കം വിത്ത് മീ ഇൻ ദ കാർ. അപ്പോൾ നമുക്ക് എൻ്റെ കാറിൽ നമുക്ക് പോവാം, നമുക്ക് രണ്ടുപേർക്കും രക്ഷപ്പെടാം. അപ്പോൾ എൻ്റെ ഭാഗത്ത് ഞാൻ പറയുന്നത് കള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു തോക്കുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഷൂട്ട് ചെയ്യാമെന്ന് ആര് പറയാണ്? ഗെറാഡ്. അപ്പോൾ കഥ നേരെ തിരിയാണ്. ഗെറാഡ് പറയുന്ന, ഇപ്പോൾ നേരത്തെ ഇൻട്രൂഡർ പറയായിരുന്നു ഞാൻ നിന്നെ കൊല്ലു എന്ന്. അപ്പോൾ ഇപ്പോൾ എന്ത് പറയാണ്? ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഇൻട്രൂഡർ മേ ബി യു ആർ റൈറ്റ്, ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം. അപ്പോൾ ഗെറാഡ് ദെൻ ഡോണ്ട് വേസ്റ്റ് ടൈം ഗോസ് ആൻഡ് പിക്ക് അപ്പ് ദെൻ ഡോണ്ട് വേസ്റ്റ്. അപ്പോൾ സമയം കളയാനില്ല, നമുക്ക് സമയം തീരെയില്ലെന്ന് ഗെറാഡ് പറയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ ഹാറ്റും ആ ബാഗും ഒക്കെ എടുക്കാൻ പോയി. ഇൻട്രൂഡർ കെയർഫുൾ ബോസ് ഐ എം വാച്ചിങ് യു. അപ്പോൾ ഇൻട്രൂഡർ പറയാണ് നേരെ നോക്കി ചെയ്യ്, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കുകയാണ്. ഇദ്ദേഹത്തിന് ചെറിയൊരു സംശയമുണ്ട്, ഇദ്ദേഹം കള്ളം പറയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഗെറാഡിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻട്രൂഡർ. അപ്പോൾ ഗെറാഡ് ഐ ഹാവ് ഗോട്ട് എ മാൻ പോസ്റ്റഡ് ഓൺ ദ മെയിൻ റോഡ്, ഹി വിൽ റിംഗ് അപ്പ് ഇഫ് ഹി സീസ് ദ പോലീസ്. അപ്പോൾ ഞാൻ ആ ഒരു വഴിയിൽ ഒരാളെ നിർത്തി വെച്ചിട്ടുണ്ട്, അവർ പോലീസിനെ കണ്ടാൽ എനിക്ക് കോൾ ചെയ്യും, എന്നെ വിളിക്കും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് ഇറ്റ് ആസ് ലേറ്റ് ആസ് ദാറ്റ്. അപ്പോൾ അതുവരെ കാത്ത് നിൽക്കാൻ എനിക്ക് സമയമില്ല. എന്ന് വെച്ചാൽ അവരെ വിളിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അതിനു മുമ്പ് തന്നെ നമുക്ക് പോവാം. ടെലിഫോൺ ബെൽ റിങ്സ്. അപ്പോൾ അവിടെ ടെലിഫോൺ ബെൽ റിങ് ചെയ്യാണ്. അപ്പോൾ ഇദ്ദേഹം പറയാണ് ഗെറാഡ് കമോൺ ദേ ആർ ആഫ്റ്റേഴ്സ്. അപ്പോൾ അവർ പോലീസുകാർ നമ്മുടെ പിന്നിൽ ഉണ്ടായിരിക്കാം, അതാണ് കോൾ വന്നത്. ത്രൂ ഹിയർ സ്ട്രേറ്റ് ടു ദ ഗാരേജ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഗാരേജിൽ പോയിട്ട് കാർ എടുത്തുകൊണ്ട് വരാം. ഇൻട്രൂഡർ ഹൗ ഡു ഐ നോ ദാറ്റ്? അതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുക? അപ്പോൾ ഗെറാഡ് ഡോണ്ട് ബി എ ഫുൾ ലുക്ക് ഫോർ യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ വിഡ്ഢിയാവരുത്, നീ സ്വയം ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഗെറാഡ് ഓപ്പൺസ് ഡോർ ആൻഡ് സ്റ്റെപ്സ് എവേ. ഇൻട്രൂഡർ ലീൻസ് ഫോർവേഡ് ടു ഇൻസ്പെക്ട് ഇറ്റ് വിത്ത് ഹിസ് സൈഡ് ടുവേർഡ്സ് ഗെറാഡ് ബട്ട് വിത്ത് ഹിസ് revolver ready. As he turns his head, Geraint gives him a push into the cupboard. Knocking the revolver out of his hand, he slams the door and locks it, picks up the revolver and goes to the phone where he stands with the gun pointed at the cupboard door. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഗെറാഡ് ഓപ്പൺസ് ഡോർ ആൻഡ് സ്റ്റെപ്സ് എവേ. അപ്പോൾ ഗെറാഡ് ഡോർ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? സ്റ്റെപ്സ് എവേ, അദ്ദേഹം ഒരു ഡോർ ഓപ്പൺ ചെയ്തു. ഇൻട്രൂഡർ ലീൻസ് ഫോർവേഡ് ടു ഇൻസ്പെക്ട് ഇറ്റ്. അപ്പോൾ എന്താണെന്ന് ഇൻട്രൂഡർ ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു, എന്താണ് ഇദ്ദേഹം തുറക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. വിത്ത് ഹിസ് സൈഡ് ടുവേർഡ്സ് ഗെറാഡ് ബട്ട് വിത്ത് ഹിസ് റിവോൾവർ റെഡി. എന്നിട്ട് എന്ത് ചെയ്തു? ഗെറാഡിൻ്റെ ബാക്കിൽ തന്നെ ഇൻട്രൂഡർ ഉണ്ടായിരുന്നു, റിവോൾവറും കയ്യിൽ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഹാസ് ഹി ടേൺസ് ഹിസ് ഹെഡ്. അപ്പോൾ ഈ ഇൻട്രൂഡർ തല അങ്ങോട്ട് തിരിച്ചപ്പോൾ എന്ന് വെച്ചാൽ അങ്ങോട്ട് നോക്കിയപ്പോൾ ഗെറാഡ് ഗീവ്സ് ഹിം എ പുഷ് ഇൻ ടു ദ കബോർഡ്. എന്നിട്ട് എന്ത് ചെയ്തു? കബോർഡ്, ഇദ്ദേഹം ആക്ച്വലി കബോർഡിൻ്റെ ഡോറായിരുന്നു തുറന്നിരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഇദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നിന്നപ്പോൾ കബോർഡിലേക്ക് പുഷ് ചെയ്തിട്ട് കബോർഡിലേക്ക് ഇട്ടു. എന്നിട്ട് നോക്കിംഗ് ദ റിവോൾവർ ഔട്ട് ഓഫ് ഹിസ് ഹാൻഡ്, എന്നിട്ട് ആ ഒരു റിവോൾവർ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു കയ്യിൽ നിന്ന്. എന്നിട്ട് ഹി സ്ലാംസ് ദ ഡോർ ആൻഡ് ലോക്സ് ഇറ്റ്. എന്നിട്ട് ഡോറ് പൂട്ടിയിട്ടു. പിക്സ് അപ്പ് ദ റിവോൾവർ ആൻഡ് ഗോ ടു ദ ഫോൺ. എന്നിട്ട് ആ റിവോൾവർ പിടിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. വേർ ഹി സ്റ്റാൻഡ്സ് വിത്ത് ദ ഗൺ പോയിന്റഡ് അറ്റ് ദ കബോർഡ് ഡോർ. എന്നിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം ആ കബോർഡ് ഡോറിൻ്റെ അടുത്ത് ഈ ഒരു ഗണ്ണും പിടിച്ച് ഫോൺ ചെയ്യാണ് ഇൻട്രൂഡർ.
റാറ്റിൽസ് ഡോ ആൻഡ് ഷൗട്ട്സ് ലെറ്റ് മീ ഔട്ട് ഓഫ് ഹിയർ. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഡോറിലോട്ട് ഇങ്ങനെ സൗണ്ട് ആക്കിയാണ്. എന്നിട്ട് പറയാണ് എന്നെ പുറത്ത് വിടൂ, ഞാൻ പോവട്ടെ, എന്നെ പുറത്ത് വിടൂ. ഹലോ. അപ്പോൾ ഗെറാഡ് ഫോണിലാണ്. ഗെറാഡ് ഹലോ യെസ് സ്പീക്കിംഗ്. ഹലോ യെസ് സ്പീക്കിംഗ്. ഇദ്ദേഹം ഫോണിൽ സംസാരിക്കുകയാണ്. സോറി ഐ കാൺ ലെറ്റ് യു ഹാവ് ദ ഡ്രസ് ഇൻ ടൈം ഫോർ റിഹേഴ്സൽ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒരു ഡ്രസ്സ് എനിക്ക് കറക്റ്റ് സമയത്ത് റിഹേഴ്സലിൻ്റെ സമയത്ത് എത്തിക്കാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. ഐ ഹാവ് എഡ് എ സ്പോട്ട് ഓഫ് ബോത്ത് ക്വൈറ്റ് അമേസിങ്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടായി, ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു നല്ലൊരു സംഭവമാണ് ഇവിടെ ഇന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് സമയം കിട്ടിയില്ല ആ ഒരു ഡ്രസ്സ് അയച്ചു തരാൻ വേണ്ടിയിട്ട്. ഐ തിങ്ക് ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ മൈ നെക്സ്റ്റ് പ്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് അടുത്ത നാടകത്തിൽ ഈ ഒരു സ്റ്റോറി, ഗെറാഡിൻ്റെയും ഇൻട്രോഡിയറിൻ്റെയും സ്റ്റോറിയാണ് ഗെറാഡ് പറയുന്നത്. ഈ ഒരു സ്റ്റോറി ഞാൻ അടുത്ത നാടകത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാന്. ലിസൺ, ക്യാൻ യു ടെൽ അവർ ഫ്രണ്ട് ദ സർജൻ ടു കം അപ്പ് ഹിയർ അറ്റ് വൺസ്. അപ്പോൾ ഈ ഫോൺ വിളിച്ച് അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ആ സർജൻ്റ്, ആ ഒരു പോലീസ്, ഒരു ഫ്രണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് പോലീസ്, അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറയൂ, എൻ്റെ വീട്ടിലോട്ട് വരാൻ പറയൂ എന്ന് ഗെറാഡ് ചോദിക്കുകയാണ്. യു വിൽ പ്രോബബ്ലി ഫൈൻഡ് ഹിം ഇൻ ദ പബ്ലിക് ബാർ. അദ്ദേഹം ആ ഒരു പബ്ലിക് ബാറിൽ ഉണ്ടാവും. അദ്ദേഹത്തോട് എൻ്റെ വീട്ടിലോട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പറയുമെന്ന് ഈ ഒരു കോൾ ചെയ്ത അയാളോട് ഗെറാഡ് പറയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു.